ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഈ വീഡിയോയിൽ നമ്മൾ നേരത്തെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ 14 ഡേയ്സ് ഡ്യുവൽ ലാബ് വിത്ത് ക്ലിക്കിന്റെ ഡേ 2 ഷെഡ്യൂളാണ് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ അതിനു മുൻപ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഇത് ഫോളോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന കുട്ടികളാണെങ്കിൽ ഡേ 1 ആൻഡ് ഡേ 2 എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള 2 ദിവസങ്ങളാണ്. കാരണം ഈ 2 ദിവസങ്ങളും നമ്മൾ കുറച്ച് കൂടുതൽ കണ്ടന്റ്സ് പഠിക്കുന്നുണ്ട്. അപ്പൊ അത് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തല്ലോ ഈ പഠനം. ഡേ 1 ഇന്നാണ്. അപ്പൊ ഇന്ന് തന്നിട്ടുള്ള പോർഷൻസ് ഈ വീഡിയോ നിങ്ങൾ നേരത്തെ കാണുകയാണെങ്കിൽ ആ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യണം ഇന്ന് തന്നെ. ഇനി നാളത്തെയും കാര്യം അങ്ങനെ തന്നെയാണ്. നാളത്തെ പോർഷൻസ് നാളെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം. കാരണം ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ നമുക്ക് റിവിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നിങ്ങളുടെ മെറ്റീരിയൽ വാട്ട് എവർ ഇറ്റ് ഈസ്, സൂപ്പർ ക്യാപ്സ്യൂൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ തയ്യാറാക്കിയ ഷോർട്ട് നോട്ട്സ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ആ മെറ്റീരിയൽസ് മാത്രമായിരിക്കണം നമ്മൾ ഡേ 3 മുതൽ നമ്മുടെ 2357 മെത്തേഡ് അതിനെ ബേസ് ചെയ്തിട്ട് റിവൈസ് ചെയ്യുന്നത്. സോ ഡേ 1 ആൻഡ് ഡേ 2 എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള 2 ദിവസങ്ങളാണ്. ഇതിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ പഠിക്കണം എന്ന് തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങൾ വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ, പെൻഡിങ് വെക്കാതെ ഉറപ്പാക്കണം നിങ്ങൾ ആ പോർഷൻസ് അങ്ങ് പഠിച്ചു തീർത്തു എന്നുള്ളത്. ഓക്കെ, രണ്ടാമത്തെ ദിവസം കഴിഞ്ഞാൽ പിന്നെ തേർഡ് ഡേ നമുക്ക് പുതിയ ടോപ്പിക്സിനോടൊപ്പമാണ് ഈ റിവിഷൻ പർപ്പസ് ചെയ്യാനുള്ളത്. സോ റിവിഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഈ വീഡിയോസ് എഗെയിൻ കാണുക, അതുപോലെ തന്നെ നോട്ട്സ് എഗെയിൻ കംപ്ലീറ്റ് ആയിട്ട് വായിക്കുക, അതൊന്നും പോസിബിൾ ആയിക്കൊള്ളണമെന്നില്ല. നമ്മുടെ ഷോർട്ട് നോട്ട്സ് ആണ് നമ്മൾ റെഫർ ചെയ്യുന്നുണ്ടായിരിക്കുക. സൂപ്പർ ക്യാപ്സ്യൂൾസ് ആണെങ്കിൽ അതായിരിക്കും നമ്മൾ റെഫർ ചെയ്യുന്നുണ്ടായിരിക്കുക. ആ കൈൻഡ് ഓഫ് റിവിഷനെ നമുക്ക് ഇവിടെ പോസിബിൾ ആയിട്ടുള്ളതുള്ളൂ. ടൈറ്റ് ഷെഡ്യൂൾ ആണ്. 4 hours എങ്കിലും പെർ ഡേ സ്പെൻഡ് ചെയ്യാൻ വില്ലിങ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അത് വന്നു ഇത് വന്നു ഇടയ്ക്ക് അങ്ങനെ ഡിസ്ട്രാക്ഷൻസ് ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ ശരിയാവില്ല. ഇതില് സ്റ്റിക്ക് ചെയ്ത് നിൽക്കുക തന്നെ വേണം. ഓക്കെ, എന്ത് വന്നാലും ഇന്നത്തെ പോർഷൻസ് ഇന്ന് തന്നെ തീർക്കുക. ഓക്കെ, വർക്കിംഗ് പ്രൊഫഷണൽസ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും. ഏർലി മോർണിംഗ് 2 hours നോക്കിയതിന് ശേഷം ദെൻ ഈവനിങ് 2 hours നോക്കുന്ന അങ്ങനത്തെ കുട്ടികൾ ഉണ്ടാവും. സോ അവരെ കൂടെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഫസ്റ്റ് 2 days ക്രൂഷ്യൽ ആണ്. ആ കണ്ടന്റ്സ് ഫസ്റ്റ് 2 days തന്നെ തീർക്കുക. 3 onwards നമുക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യും. വി വിൽ ബി ഇംപ്ലിമെന്റിങ് അവർ 2357 മെത്തേഡ് ഫ്രം ഡേ 3 onwards. ഓക്കെ, ഞാൻ റിപ്പീറ്റഡ്ലി പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ ഞാനത് എംഫസൈസ് ചെയ്ത് പറയുവാണ്, അത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട്. ഓക്കെ, ഇനി ഡേ 2 എന്തൊക്കെ കണ്ടന്റ്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോവുകയാണേ. അതായത് ഡേ 2 ഫസ്റ്റ് ഓഫ് ഓൾ ആസ് യൂഷ്വൽ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. മൊഡ്യൂൾ 1 നമ്മൾ അങ്ങോട്ട് തീർക്കുവാണ്. അതിനകത്ത് ഏകദേശം 2, 4, 6 വീഡിയോസ് വീതം വരുന്നുണ്ട്. പക്ഷേ 40 minutes ആണ് മാക്സിമം ഡ്യൂറേഷൻ വരുന്നുള്ളൂ. ഈ എല്ലാ വീഡിയോസും കൂടെ അതിന്റെ ഡ്യൂറേഷൻസ് സമ്മപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ ലെസ് ദാൻ 40 minutes വരുന്നുള്ളൂ. അതിനകത്ത് നമ്മൾ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്, പിന്നെ റോ എക്ലോൺ ഫോം, അതുപോലെ റാങ്ക് ഓഫ് എ മെട്രിക്സ്, പിന്നെ ഫണ്ടമെന്റൽ തിയറം ഫോർ ലീനിയർ സിസ്റ്റംസ്, ആൻഡ് ഫൈനലി ഈഗൻ വാല്യൂസ് ആൻഡ് ഈഗൻ വെക്ടേഴ്സ്. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. 8 marksനാണ് നമുക്ക് മാത്സിലെ ലീനിയർ ഓൾജിബ്ര എന്ന പാർട്ടിൽ നിന്ന് വരിക. അതില് മെട്രിക്സ് അൾജിബ്രയാണ് നമ്മൾ ഇന്ന് പഠിച്ചു തീർക്കേണ്ടത്. നാളേക്ക് ഫസ്റ്റ് മൊഡ്യൂളിന്റെ റിമൈനിങ് പാർട്സ് തീർക്കണം. മനസ്സിലായോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ഫിസിക്സ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ഫിസിക്സിന്റെ ഫസ്റ്റ് മൊഡ്യൂള് നിർബന്ധമായും ഇന്ന് തന്നെ തീർക്കാൻ ശ്രമിക്കുക. കാരണം സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അതുകൊണ്ടാണ് ഇന്ന് തന്നെ നിങ്ങൾക്ക് തീർക്കാനായിട്ട് സാധിക്കുന്നു പറയുന്നത്. വേറെ ഒന്നുമല്ല, എഞ്ചിനീയറിംഗ് ഫിസിക്സിന്റെ വീഡിയോസ് നിങ്ങൾ കാണുകയാണെങ്കിൽ തന്നെ ഫസ്റ്റ് മൊഡ്യൂളിന്റെ വീഡിയോ എന്ന് പറയുന്നത് വെറും 30 minutes, ലെസ് ദാൻ 30 minutes നിങ്ങൾക്ക് കണ്ടു തീർക്കാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾ നോട്ട്സ് വായിച്ച് പഠിക്കുക എന്ന പ്രോസസ്സിന് വേണ്ടിയുള്ള സമയം ഫസ്റ്റ് ഡേയിലും സെക്കൻഡ് ഡേയിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ ഈ ഷെഡ്യൂൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ,
ഡേ 2 എഞ്ചിനീയറിംഗ് ഫിസിക്സിനകത്ത് നമ്മൾ മൊഡ്യൂൾ 2 സ്റ്റാർട്ട് ചെയ്യാണ്. മൊഡ്യൂൾ 2 സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ആണ്. ഫിസിക്സിന് എൻറ്റയർലി 30 മാർക്സ് ആണ് വരുന്നത്. 3 മൊഡ്യൂൾസ് ഉണ്ട് അതിനകത്ത്. ഫസ്റ്റ് മൊഡ്യൂൾ 10 മാർക്സിനുള്ളതാണ് നമ്മൾ ഇന്ന് തീർക്കുന്നത്. ഇനി റിമൈനിങ് അതായത് 20 മാർക്സ്, അതിലെ 10 മാർക്സ് വരുന്നത് സെക്കൻഡ് മൊഡ്യൂളിൽ നിന്നാണ്. സെക്കൻഡ് മൊഡ്യൂളിലെ സെമി കണ്ടക്ടേഴ്സ് എന്ന ടോപ്പിക്കാണ് കവർ ചെയ്യേണ്ടത്. അത് ഏകദേശം ഒരു 19-20 മിനിറ്റ് ഡ്യൂറേഷനുള്ള ഒറ്റ വീഡിയോ ആണ്. അതിനകത്ത് ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്, അതുപോലെ PN ജംഗ്ഷൻ, എനർജി ബാൻഡ്, പിന്നെ ബയസിംഗ് ഓഫ് PN ജംഗ്ഷൻ, IV ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് PN ജംഗ്ഷൻ, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അത് നമ്മൾ ഒറ്റ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. വിച്ച് ടേക്സ് ഓൺലി ലെസ് ദാൻ 20 മിനിറ്റ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് കെമിസ്ട്രി. എഞ്ചിനീയറിംഗ് കെമിസ്ട്രി നമുക്ക് 30 മാർക്സിന് തന്നെയാണ് വരുന്നത്. മൊഡ്യൂൾ 1 ആണ് നമ്മളിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദിവസം നമ്മൾ ഏതാണ് പഠിച്ചു തീർക്കേണ്ടത്? നാനോ മെറ്റീരിയൽസിന്റെ ക്ലാസിഫിക്കേഷനും പിന്നെ സിന്തസിസും അല്ലേ. അപ്പോ നാളെ നിങ്ങൾ പഠിക്കേണ്ടത് കെമിസ്ട്രിയിലെ ഗ്ലാസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. വിച്ച് ടേക്സ് ലെസ് ദാൻ 15 മിനിറ്റ്സ് ഓ സംതിങ് ലൈക്ക് ദാറ്റ്. ഐ തിങ്ക് ഇറ്റ്സ് 12 മിനിറ്റ്സ്, ലെസ് ദാൻ 12 മിനിറ്റ്സോ മറ്റോ ആണ് ഈ ഗ്ലാസ് എന്ന ടോപ്പിക്കിന്റെ വീഡിയോ നമ്മുടെ ചാനലിനകത്ത് ഉള്ളത്. അത് കാണുന്നവർക്ക്, ഓൾറെഡി കണ്ടവർക്ക് പിന്നെ കാണേണ്ട ആവശ്യമില്ല. ഇതൊരു റിവിഷൻ പർപ്പസ് ആയിട്ട് പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരുടെ നോട്ട്സ് അല്ലെങ്കിൽ വാട്ട് എവർ റിവിഷൻ മെത്തേഡ് യു ആർ ഫോളോയിങ്, യു ക്യാൻ ഫോളോ ദാറ്റ്. സോ നമ്മള് ഗ്ലാസ് നാളത്തോടെ കംപ്ലീറ്റ് ചെയ്യാണ്. ആ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് തന്നെ 10 മാർക്സിന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോ തറോ ആയിട്ട് വേണം നമ്മൾ പോവാനായിട്ട് ഓരോ കാര്യങ്ങളും പഠിക്കുമ്പോഴും. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാണ്, ഡേ 1 ആൻഡ് ഡേ 2 എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള 2 days ആണ്. കാരണം വി ആർ നോട്ട് ഗോയിങ് ടു റിവൈസ് എനിത്തിങ് ഇൻ ദീസ് 2 days. ഓക്കെ, ആ പഠിച്ചു വെക്കുന്ന കാര്യം പഠിച്ചു വെച്ചു, അത്ര തന്നെ. ഇനിയിപ്പോ ഇൻ കേസ് നിങ്ങൾക്ക് ടൈം കൂടുതൽ കിട്ടുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്നത്തെ ടോപ്പിക്ക് ഒന്നുകൂടെ പഠിക്കുകയോ അല്ലെങ്കിൽ നാളേക്കുള്ള ടോപ്പിക്ക് ഇന്ന് തന്നെ പഠിച്ചു വെക്കുകയോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഒരു കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഞാൻ റിപ്പീറ്റഡ്ലി പറയാണ്. നിങ്ങൾ ഇന്നത്തെ ദിവസത്തെ കണ്ടന്റ്സ് കവർ ചെയ്ത് കഴിയുമ്പോൾ എൻഡിൽ നമുക്ക് എന്ത് കയ്യിലുണ്ടായിരിക്കണം? റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടന്റ്സ് കയ്യിലുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഡേ 3 ഓൺവേർഡ്സ് നമ്മൾ അന്നത്തെ ഡേ 3 നമുക്ക് പഠിക്കേണ്ട സബ്ജക്ട്സ് കവർ ചെയ്തതിന് ശേഷം റിവിഷന് വേണ്ടി മാറ്റിവെക്കുന്ന സമയത്ത് ആ റിവിഷൻ മെറ്റീരിയൽസ് മാത്രം നോക്കിയാൽ മതിയാകും. ഇനിയിപ്പോ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. വീഡിയോയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡേ 2 എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് മെൻഷൻ ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇനിയും മെറ്റീരിയൽസ് വാങ്ങിയിട്ടില്ലാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഓഫറൊക്കെ ഉണ്ട്, വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. നമ്മുടെ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാം. നമ്മുടെ പർച്ചേസ് തന്നെ ഡിപ്പെൻഡ് ചെയ്യണമെന്നോ യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടേതായിട്ടുള്ള മെറ്റീരിയൽസ് ഫോളോ ചെയ്യാം. നമ്മുടെ ചാനലിലുള്ള വീഡിയോസ് മാത്രം കണ്ട് നോട്ട്സ് എഴുതിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ട് നമ്മുടെ അറിവില്. ഐ എം റിയലി ഹാപ്പി ടു ഹിയർ ദാറ്റ് ദർ ആർ ഫ്യൂ പീപ്പിൾ ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പൊ ആസ് യൂഷ്വൽ റൂട്ടീൻ, please do ask questions in comment section, and if you haven't subscribed yet, please do subscribe. Okay, appo signing off. Your study partner Click. Focus on what really matters. Okay, bye for now.